കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ ഇന്നലെ നിർണായക ഇടപെടൽ ഹൈക്കോടതി നടത്തിയതോടെ വില്ലന്മാരുടെ വിഷയത്തിൽ ഇരട്ടത്താപ്പ് കളികളുമായി അരങ്ങു നിറഞ്ഞു നിൽക്കുന്നവരുടെയും നെഞ്ചൊന്ന് ആളിയിരിക്കുകയാണ്. ചതി, വഞ്ചന, ഒറ്റിക്കൊടുക്കൽ, ഇതിനൊക്കെ മാപ്പില്ലെന്നാണ് വെള്ളിത്തെരിയിലെ മാസ് ഹീറോയും മാസാകാൻ ശ്രമിക്കുന്ന ഹീറോയിനുമൊക്കെ പറയുന്നത്. കൂട്ടിക്കൊടുപ്പാണെങ്കിൽ മ്ലേച്ഛമാണ്. പക്ഷേ ഇതൊക്കെ തന്നെയാണ് ക്യാമറയ്ക്ക് പിന്നിൽ നടക്കുന്നതും. ചിലരുടെയൊക്കെ മുഖം മൂടികൾ അഴിച്ചെടുത്തെറിയാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് സാധിച്ചു. അതിന് പേര് പറയണമെന്നൊന്നുമില്ല, വ്യക്തമായ സൂചനകൾ മാത്രം മതി. പരാമർശത്തിലെ പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖ ആരെന്ന് മനസ്സിലാക്കാൻ 15 അംഗ പവർ ഗ്രൂപ്പിനെ പറ്റി ഹേമ കമ്മിറ്റി വ്യക്തമാക്കിയപ്പോൾ സിനിമ നിയന്ത്രിക്കുന്ന ചിലരുടെ മുഖമെങ്കിലും മനസ്സിലൂടെ കടന്നു പോകാൻ സിനിമാ പ്രവർത്തകൻ തന്നെ ആകണമെന്നൊന്നുമില്ല. തിലകൻ എന്ന മഹാപ്രതിഭയുടെ വാക്കുകളാണ് റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം വൈറലായിരിക്കുന്നത്. പുറത്ത് തിലകൻ മഹാനാണെന്ന് പറയുകയും അകത്ത് തിലകന് അവസരം നിഷേധിക്കാൻ സിനിമാ പ്രവർത്തകരോട് ചട്ടം കെട്ടുകയും ചെയ്തവരിൽ പ്രമുഖരുമുണ്ട്. തങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തോ അതിവിടെ ചെയ്യാൻ സാധിക്കുന്ന ഒരു മാഫിയ സംഘമായിരിക്കുന്നു മലയാള സിനിമ എന്ന് പറഞ്ഞ ഒരു നടനുണ്ടായിരുന്നു. അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് പറയുന്ന വ്യക്തി. എന്നാൽ അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾ പലർക്കും ഇഷ്ടമായില്ല. മലയാളത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ അഭിനയ പ്രതിഭയിൽ ആർക്കും എതിരഭിപ്രായം ഉണ്ടായിരുന്നില്ല. എന്നിട്ടും അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു. 10-15 പേർ ചേർന്ന് അദ്ദേഹത്തെ സിനിമയിൽ നിന്ന് പുറത്താക്കി. ഈ നടൻ പിന്നീട് സിനിമ വിട്ട് സീരിയലിലെത്തി. എന്നാൽ അവിടെയും ശക്തമായ ഈ ലോബിയുടെ പിടിയിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല. സീരിയൽ താരങ്ങളുടെ സംഘടനയെയാണ് ഇവർ ഇതിനായി ഉപയോഗിച്ചത്. 10-15 വ്യക്തികൾ തീരുമാനിച്ചാൽ ആരെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കും. അതിന് ചെറിയ കാരണങ്ങൾ മാത്രം മതി. ഹേമ കമ്മിറ്റിയുടെ രൂപീകരണത്തിന് കാരണം 2 സംഭവങ്ങളായിരുന്നു. ഒന്ന്, കൊച്ചിയിൽ ഒരു നായിക നടിക്ക് നേരെയുണ്ടായ കൊട്ടേഷൻ അതിക്രമം. 2, അതേ തുടർന്ന് മലയാള സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികവും തൊഴിൽപരവുമായ ചൂഷണത്തിനെതിരെ നിലപാടെടുക്കാൻ പിറവികൊണ്ട WCCയുടെ രംഗപ്രവേശം. വിധു വിൻസെന്റ്, മഞ്ജു വാര്യർ, ബീന പോൾ, രമ്യ നമ്പീശൻ, പാർവതി തിരുവോത്തോ തുടങ്ങി 17 പേർ. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയ അവർ അന്ന് അദ്ദേഹത്തിനൊപ്പം സെൽഫിയൊക്കെ എടുത്തിട്ടാണ് മടങ്ങിയത്. ആ ശൂരത്വമൊക്കെ ഓർത്തുകൊണ്ടാകണം കമ്മിറ്റി അംഗങ്ങൾ ഇതിലൊരു അംഗത്തിന്റെ മൊഴിയെടുക്കാൻ എത്തിയത്. പക്ഷേ മുൻവിധികളൊക്കെ കമ്മിറ്റി അംഗങ്ങൾക്ക് മാറ്റേണ്ടി വന്നു. അവസരം കൂടുതൽ കിട്ടാൻ അവസരവാദിയായി മാറിയ ആ കലാകാരിയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടാൻ തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ കമ്മിറ്റി റിപ്പോർട്ടിൽ എഴുതി ചേർത്തു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ 135 പേജിൽ 268 ഖണ്ഡികയിലാണ് പ്രശസ്ത കലാകാരിക്കെതിരെ ഗുരുതരമായ ആരോപണമുള്ളത്. WCCയിലെ അംഗങ്ങൾക്ക് പിന്നീട് സിനിമയിൽ അവസരങ്ങൾ കുറഞ്ഞു. കാരണം അവർ സിനിമയിലെ അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തി. അതേസമയം അതിൽ ഒരാൾക്ക് മാത്രം അവസരങ്ങൾ കുറഞ്ഞില്ല. ഈ സ്ഥാപക നടി കമ്മിറ്റിക്ക് മുമ്പാകെ നൽകിയ മൊഴിയുടെ ചുരുക്കം ഇങ്ങനെയാണ്: മലയാള സിനിമയിൽ നടിമാർ യാതൊരുവിധ പ്രശ്നങ്ങളും നേരിടുന്നില്ല, ലൈംഗിക ചൂഷണവും നടക്കുന്നില്ല, അത്തരം സംഭവങ്ങൾ താൻ കേട്ടിട്ടില്ല, ഇതിൽ കേട്ടിട്ടില്ല എന്ന വാക്കിന് അടിവരയുണ്ട്. റിപ്പോർട്ടിൽ കമ്മിറ്റി പറയുന്നത് ഇങ്ങനെയാണ്: സത്യത്തിൽ നിന്ന് അകലെയാണ് ഈ മൊഴി. സ്വാർത്ഥ നേട്ടത്തിനായി ഈ താരം കള്ളം പറയുകയാണെന്ന് കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടു. ഈ താരം നൽകിയ തെളിവുകൾക്കും മൊഴിക്കും വലിയ വില കൽപ്പിക്കാനാകില്ല. മറ്റാരും തന്നെ ഇത്തരത്തിലൊരു മൊഴി നൽകിയിട്ടുമില്ല. മറ്റൊരു നടിയുടെയും മൊഴിയെക്കുറിച്ച് കമ്മിറ്റി ഇത്തരം പരാമർശം നടത്തിയതായി പുറത്തു വന്ന റിപ്പോർട്ടുകളിലൊന്നുമില്ല. WCCയിലെ മറ്റു അംഗങ്ങൾ നൽകിയ മൊഴി വെവ്വേറെയായും പുറത്തു വന്നത് ഇല്ല. മറുകണ്ഠം ചാടിയ നടിക്കെതിരെ WCCയിലെ മറ്റു പുലികളാരും ഇതുവരെയും പരസ്യ പ്രതികരണം നടത്തിയിട്ടുമില്ല എന്നത് മറ്റൊരു കാര്യം. ആരൊക്കെ ഒപ്പം നിൽക്കുന്നു, ആരൊക്കെ ഒറ്റുകാരുടെ വേഷത്തിൽ നിൽക്കുന്നുവെന്ന നിലവിൽ സംഘടനയ്ക്കകത്തുള്ളവർക്ക് തന്നെ ആശയക്കുഴപ്പമുണ്ടത്രേ. WCCയിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന നായിക നടിക്ക് ലഭിക്കുന്ന അവസരങ്ങളൊക്കെ തട്ടിമാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ നടിക്ക് മാത്രമല്ല സഹോദരനിട്ടും പണി കൊടുക്കുന്നുണ്ട് എന്നാണ് സംസാരം. സംഗീത രംഗത്താണ് സഹോദരൻ പ്രവർത്തിക്കുന്നത്. ഇതുവരെ ചെയ്ത വർക്കുകളെല്ലാം തന്നെ മെച്ചപ്പെട്ടതുമായിരുന്നു. പക്ഷെ സിനിമയിൽ അവസരം കിട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് മറ്റു ചിലരാണല്ലോ. നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷമുള്ള നാളുകളിൽ ചില ശുഭിത യൗവനങ്ങളെ മലയാളികൾ കണ്ടിരുന്നു. അവരൊക്കെ ഇപ്പോൾ എന്ത് നിലപാടിൽ പോകുന്നു? ഒന്ന് കണ്ണോടിച്ചു നോക്കൂ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇങ്ങനെ ചില മുഖം മൂടികൾ അഴിഞ്ഞു വീഴുമ്പോൾ ഇവിടെ PT തോമസ് വേണമായിരുന്നു. കണക്കുകൾ എണ്ണി എണ്ണി ചോദിക്കാൻ അദ്ദേഹത്തിന് മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അന്ന് അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ നടിയെ ആക്രമിച്ച സംഭവം അതിനു മുമ്പുള്ള സമാന സംഭവങ്ങൾ പോലെ വിസ്മൃതിയിലേക്ക് പോകുമായിരുന്നു.